വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 489. ക്രാബ് മെന്റാലിറ്റി ആർക്കും ഗുണം ചെയ്യില്ല. ഒരു പാത്രത്തിൽ കുറെ ഞണ്ടുകളെ ഇട്ടാൽ ഒരു ഞണ്ട് പുറത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവ അതിനെ വലിച്ച് താഴേക്കിടും. അതിനാൽ ഒന്നിനും പുറത്തു കടക്കാൻ കഴിയില്ല. അങ്ങനെ എല്ലാവരും അവിടെ കിടന്ന് നശിക്കും. ഇതാണ് ക്രാബ് തിയറി, ക്രാബ് മെന്റാലിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഏറെ അപകടകരമായ മനസ്ഥിതിയാണിത്. സമൃദ്ധിയുടെ മനോഭാവവും വളർച്ചാ മനോഭാവവുമാണ് നാം വളർത്തിയെടുക്കേണ്ടത്. എല്ലാവരുടെയും വളർച്ചയും നന്മയും ആഗ്രഹിക്കുന്ന മനസ്സ് സൃഷ്ടിക്കുന്ന പോസിറ്റിവിറ്റിയാണ് ഏറ്റവും വലിയ വിജയമന്ത്രം. വിൻ വിൻ മനോഭാവം എല്ലാവരെയും വളർച്ചയിലേക്കാണ് നയിക്കുക. ഗുണകാംക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാനുഷിക ഗുണം. മറ്റുള്ളവരുടെ വളർച്ചയും ഉയർച്ചയും നമ്മെ സന്തോഷിപ്പിക്കുമ്പോഴാണ് നാം കൂടുതൽ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്നത്. ഓരോരുത്തർക്കും സാധ്യമാകുന്ന പിന്തുണയും സഹായവും നൽകി സാമൂഹ്യബോധവും മാനവികതയും ശീലമാക്കുമ്പോൾ എല്ലാവരുടെയും പുരോഗതിയാണ് സാക്ഷാത്കരിക്കാനാവുക. നമ്മിൽപ്പെട്ട ഒരു വ്യക്തി മുന്നേറാൻ ശ്രമിക്കുമ്പോൾ അസൂയ, നെഗറ്റീവ്, വിമർശനം, നിരുത്സാഹപ്പെടുത്തൽ, തടസ്സപ്പെടുത്തൽ എന്നിവ വഴി അവനെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ മാത്രമല്ല, നാമും പിന്നോട്ടാണ് പോകുന്നത്. ആരെങ്കിലും വിജയിച്ചാൽ തുറന്ന മനസ്സോടെ അഭിനന്ദിക്കുന്നതിന് പകരം വിമർശിക്കുക, പുതിയ ആശയങ്ങളുമായി വരുന്നവരെ പരിഹസിക്കുക, നിനക്കത് സാധിക്കില്ല എന്ന് പറഞ്ഞ് ആത്മവിശ്വാസം തകർക്കുക മുതലായവ ഏറെ അപകടകരമായ സാമൂഹ്യ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക. കൂടെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, കൈപിടിച്ചുയർത്തുക, അവരുടെ വിജയത്തെ ആഘോഷിക്കുക എന്നിവയൊക്കെയാണ് വളർച്ചാ മനോഭാവത്തിന്റെ ലക്ഷണങ്ങൾ. എനിക്ക് സാധിക്കാത്തത് മറ്റൊരാൾക്കും സാധിക്കരുത് എന്ന മനോഭാവമാണ് ക്രാബ് തിയറി. അതിനെ മറികടന്ന് നമുക്കൊരുമിച്ചുയരാം എന്ന വളർച്ചാ മനോഭാവമാണ് നമുക്കുണ്ടാവേണ്ടത്. അറിവും അവസരങ്ങളും പങ്കുവയ്ക്കാനും അസൂയയ്ക്ക് പകരം പ്രചോദനം കണ്ടെത്താനും നമുക്ക് സാധിക്കുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന ക്രിയാത്മക പരിസരം എല്ലാവരുടെയും പുരോഗതിക്കാണ് വഴിയൊരുക്കുക. വാസ്തവത്തിൽ വിജയം പുറത്തുനിന്ന് തുടങ്ങുന്നതല്ല, അത് ഉള്ളിലെ നന്മയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അസൂയയും പകയും വിദ്വേഷവുമൊക്കെ നമ്മുടെ പുരോഗതിയെ തടയുകയും പോസിറ്റിവിറ്റി നശിപ്പിക്കുകയും ചെയ്യുന്ന വികാരങ്ങളാണ്. എന്നാൽ ഹൃദയം നിർമ്മലമാകുമ്പോൾ ജീവിതം വിജയത്തിനുള്ള മനോഹരമായ ഒരു പരിസരമായി മാറും. ഹൃദയത്തിലെ ചിന്തകളും വികാരങ്ങളും ശുദ്ധമായിരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിലും അതിൻ്റെ നല്ല പ്രതിഫലനം കാണാം. അസൂയ, വിദ്വേഷം, അഹങ്കാരം, നെഗറ്റീവ് ചിന്തകൾ എന്നിവ മനസ്സിനെ ഭാരപ്പെടുത്തുമ്പോൾ നിർമ്മലമായ ഹൃദയം സമാധാനവും ആത്മവിശ്വാസവും പോസിറ്റീവ് ഊർജവും നൽകുന്നു. നല്ല മനസ്സ് നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കും. ആത്മാർത്ഥതയും സത്യസന്ധതയും വിശ്വാസം നേടിക്കൊടുക്കും. പോസിറ്റീവ് ചിന്തകൾ അവസരങ്ങളെ ആകർഷിക്കും. മനസ്സിന്റെ സമാധാനം തീരുമാനങ്ങളെ കൂടുതൽ വ്യക്തതയുള്ളതാക്കും. വിജയം വെറും പണമോ പദവിയോ മാത്രമല്ല, മനസ്സമാധാനത്തോടെയും മാന്യതയോടെയും ജീവിക്കാൻ കഴിയുകയെന്നത് കൂടിയാണ്. പിടിച്ചുപറിച്ചോ അന്യായമായി നേടിയോ ജീവിത വിജയം സാധ്യമാവില്ല. കോഓപ്പറേഷനും കൊളോബറേഷനുമൊക്കെ ആഘോഷിക്കുന്ന ആധുനിക ലോകത്തും സങ്കുചിതമായ ക്രാബ് മെന്റാലിറ്റിയുള്ള വ്യക്തികളും കൂട്ടങ്ങളുമൊക്കെ നമുക്ക് ചുറ്റും സജീവമാണ് എന്നത് നാം ജീവിക്കുന്ന ലോകം നേരിടുന്ന സുപ്രധാനമായ വെല്ലുവിളികളിലൊന്നാണ്. പോസിറ്റീവ് ചിന്തകളും ക്രിയാത്മക നടപടികളും കൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാനാവുകയെന്നതാണ് കാലം തേടുന്ന കാവ്യനീതി. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.